ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ നൂഡിൽസ് വെള്ളം ഇട്ട് അതിലേക്ക് നൂഡിൽസ് ഇട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ റെസിപ്പിയിലേക്കിട്ട് കിടക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ നൂഡിൽസ് വേവിക്കുന്ന പോലെ 2 പാക്കറ്റ് നൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാക്കറ്റ് നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഓവർ കുക്കാക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം എത്ര നന്നായിട്ട് കുക്കും ആയിട്ടുണ്ടെന്ന് പിടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കുക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കുക്ക് ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ക്യാരറ്റും തക്കാളിയും അതേപോലെ തന്നെ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ മാഗി മസാലയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നന്നായിട്ട് അതിലേക്ക് യോജിപ്പിച്ച് അലിയിച്ച് വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള നൂഡിൽസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മിക്സിങ്ങിൽ എല്ലാ സംഭവവും അതിൽ കിട്ടിയിരിക്കണം. എന്നാൽ ലാസ്റ്റ് നമ്മൾ സോസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ നൂഡിൽസിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യം കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. താങ്ക്